വേൾഡ് കപ്പ് ഡേ 1 ഒട്ടും നിരാശപ്പെടുത്തിയില്ല. 3 മാച്ചസും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് മാച്ച് പാകിസ്ഥാൻ വേഴ്സസ് നെതർലാൻഡ്സ്. പാകിസ്ഥാൻ ജയിച്ചു, പക്ഷെ കളി കണ്ടവർക്കറിയാം കുറച്ചൊന്ന് വെള്ളം കുടിച്ചിട്ടാണ് പാകിസ്ഥാൻ ജയിച്ചത്. നെതർലാൻഡ്സിൻ്റെ ബോളിംഗ് അറ്റാക്ക് അടിപൊളിയായിരുന്നു. ഈ രീതിയിലാണ് പാകിസ്ഥാൻ കളിക്കുന്നതെങ്കിൽ നോക്കൗട്ട് പോലും കാണാതെ പുറത്താകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സെക്കൻഡ് മാച്ച് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സ്കോട്ട്ലാൻഡ്. വെസ്റ്റ് ഇൻഡീസ് ഡീസൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു, നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തു. ഹിറ്റ്മേറിൻ്റെ ഇന്നിങ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബോളിങ്ങും അതേപോലെ തന്നെ. റൊമാരിയോ ഷെപ്പേർഡിൻ്റെ തകർപ്പൻ ഹാട്രിക്ക്. ആ ഓവർ തന്നെ സ്കോട്ട്ലാൻഡ് ഏകദേശം തോറ്റു. എന്തൊക്കെ പറഞ്ഞാലും ബംഗ്ലാദേശിൻ്റെ റീപ്ലേസ്മെൻറ്റ് ടീമായിട്ട് വന്നതാണ് സ്കോട്ട്ലാൻഡ്. അതുകൊണ്ട് അവരുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലാണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഐ എം വെയിറ്റിംഗ് ഫോർ ദെയർ നെക്സ്റ്റ് മാച്ച്. ദ ലാസ്റ്റ് മാച്ച് ഇന്ത്യ വെസ് USA. ഒരു ഹൈ സ്കോറിംഗ് ഗെയിമും ഒരു ഈസി വിന്നും പ്രതീക്ഷിച്ച് എനിക്ക് കാണേണ്ടി വന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മാച്ചാണ്. ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്തു. ഒരു ഘട്ടത്തിൽ നല്ല സ്കോർ വരുന്ന പ്രതീക്ഷിച്ചത്, പക്ഷേ 77-6 അവിടെ ഞാനൊന്ന് പേടിച്ചു. പിന്നെ രക്ഷനായിട്ട് സ്കൈ വന്നിട്ട് ഇന്ത്യനെ റെസ്ക്യൂ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും USA ബോളിംഗ് ആൻഡ് ഫീൽഡിംഗ് പെർഫോമൻസ് വാസ് സോ ഗുഡ്. ഒരു കാര്യം ഒഴിച്ച് 10 റൺസിൽ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് മിസ്സായതാണ് അവർക്ക് നഷ്ടം പറ്റിയത്. പിന്നെ ഒബ്വിയസ്ലി ഇന്ത്യൻ ബോളിംഗ് പെർഫോമൻസ് വാസ് ഗ്രേറ്റ്. പ്രഡിക്ഷൻ ടൈം. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഒരു ബിഗ് ടീം പുറത്താവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?